BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി ബിജെപിയിലെ വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തു. 51 വോട്ടുകൾ നേടിയാണ് രാജേഷ് വിജയിച്ചത്. പാറ്റൂരിൽ നിന്നുള്ള സ്വതന്ത്രൻ രാധാകൃഷ്ണൻ ബിജെപിക്ക് വോട്ട് ചെയ്തു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് വി രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുത്തൻ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ബിജെപിയുടെ വി രാജേഷ് മേയറായി. രാവിലെ നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 100 കൗൺസിലർമാരിൽ 99 പേർ വോട്ട് ചെയ്തു. 50 ബിജെപി അംഗങ്ങളുടെയും കണ്ണുമൂല വാർഡിൽ നിന്ന് വിജയിച്ച സ്വതന്ത്ര കൗൺസിലർ പാട്ടൂർ രാധാകൃഷ്ണന്റെയും വോട്ട് നേടി 51 വോട്ടോടെയാണ് രാജേഷ് വിജയിച്ചത്. കേരളത്തിൽ ഒരു കോർപ്പറേഷൻ ഭരിക്കുന്ന ആദ്യ ബിജെപി മേയർ എന്ന ഖ്യാതിയോടെയാണ് വി രാജേഷ് ചുമതലയേൽക്കുന്നത്. മേയറായ ശേഷം ആദ്യമായി ഒപ്പുവെച്ച ഫയൽ വയോമിത്രം പദ്ധതി 101 വാർഡുകളിലേക്കും വ്യാപിപ്പിക്കാനും കൂടുതൽ ഫണ്ട് അനുവദിക്കാനുമുള്ളതാണെന്ന് രാജേഷ് പറഞ്ഞു. വി രാജേഷിന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ CK പത്മനാഭൻ, വി മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, കെ സുരേന്ദ്രൻ, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് എന്നിവർ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ബിജെപിയെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നതിന് തെളിവാണ് തിരുവനന്തപുരത്തെ വിജയമെന്ന് മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. തീർച്ചയായിട്ടും BJP കേരളത്തിലെ ജനങ്ങൾ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് തിരുവനന്തപുരത്തെ അത്യുജ്വലമായിട്ടുള്ള വിജയം. തിരുവനന്തപുരത്ത് ഒരു ചരിത്ര വിജയം തന്നെയാണ് BJPക്ക് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയെ നയിക്കാൻ ഇനി മുതൽ BJPയുടെ മേയറും ഡെപ്യൂട്ടി മേയറും ഉണ്ടാവുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദം നൽകുന്ന ഒരു കാര്യമാണ്. LDFിൽ നിന്ന് RP ശിവജിയും UDFിൽ നിന്ന് KS ശബരിനാഥും വി രാജേഷിനെതിരെ മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു. ഇടത് സ്ഥാനാർത്ഥിക്ക് 29 വോട്ടുകൾ ലഭിച്ചപ്പോൾ UDFിന് 17 വോട്ടുകൾ ലഭിച്ചു. 2 കോൺഗ്രസ് കൗൺസിലർമാരുടെ വോട്ട് അസാധുവായി. നന്ദൻകോട് വാർഡിൽ വിജയിച്ച KR ക്ലീറ്റസിന്റെ വോട്ടും വെങ്ങാനൂർ വാർഡിൽ വിജയിച്ച ലതികയുടെ വോട്ടുമാണ് അസാധുവായത്. M5 ന്യൂസ്, തിരുവനന്തപുരം. എന്റെയും BLMന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ.